മിസ്റ്റർ വീരേന്ദ്ര, നിങ്ങൾക്ക് റീ ഇൻവെസ്റ്റിഗേഷൻ ഓർഡേഴ്സ് പാസ് ചെയ്യാം. അടുത്ത വാദത്തിനുള്ളിൽ നിങ്ങൾ വോളണ്ടറി എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. Sure, my lord. ഓക്കെ. Thank you, Your Honor. വീടിന്റെ ഓരോ മുക്കുമൂലയും മരിച്ചു പിറക്കണം. കാരണം ഞാൻ ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്ത് തന്നെയായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫോളോ മീ. എടാ, എന്തിനടാ സ്ക്രൂ കൊണ്ടുവന്ന്? ഇത് ആരെ കുത്താനാ? സാറേ, നിങ്ങളെ കുത്താനാന്നാ തോന്നുന്നു. ഫയൽസ് ഉണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടോളൂ. പോടാ അവിടെ. യുവർ ഓണർ, കോടതിയുടെ ഉത്തരവ് മാനിച്ച് സിദ്ധാർത്ഥ എന്ന ഈ കുറ്റവാളിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ഞാൻ ചോദ്യം ചെയ്തിരുന്നു. സംഭവം നടന്ന സ്ഥലത്ത് ഞാൻ നേരിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇയാളെ കുറിച്ചൊരു സത്യം മനസ്സിലായി. കോടതിക്കും ആ സത്യം ബോധ്യപ്പെടണമെങ്കിൽ എനിക്ക് ചിലരെ വിസ്തരിക്കേണ്ടി വരും. യെസ്, യു ക്യാൻ. താങ്ക് യു, മൈ ലോർഡ്. DCP നായക്. പോലീസിന് തന്നെ പണി കൊടുത്ത് കണ്ടില്ലേ? എടാ, പോടാ അവിടെ. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിരുന്നു. യെസ് സർ. നിങ്ങളത് കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ അഞ്ജലിയുടെ റൂമിന്റെ ജനൽ അഴിച്ചുമാറ്റി അത് വീണ്ടും ഫിക്സ് ചെയ്ത കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? സർ, ഈ കേസിൽ ഞാൻ അന്വേഷിച്ച എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആരോ അത് അഴിച്ചുമാറ്റി എന്നാണോ പറയുന്നത്? ഇമ്പോസിബിൾ സർ. സീസ് ചെയ്ത് ഇവിടെ എന്റെ കൺട്രോളിലുള്ളത്. ഞാൻ അറിയാതെ ആർക്കും ആ വീട്ടിൽ പ്രവേശിക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടും അതുപോലെ ഫോറൻസിക് റിപ്പോർട്ടും രണ്ടും തെറ്റാണ്. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്, മൈ ലോർഡ്. സാറേ, ഞാൻ എന്റെ ഇത്രയും കാലത്തെ ഫോറൻസിക് സർവീസിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല. ഈ കേസ് അന്വേഷിക്കുന്ന DCPയോട് എന്റെ ചോദ്യം. സർ, സർ, പൊതുമക്കൾക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് അക്വിസ്റ്റിന് വേണ്ടി വാദിക്കുന്നത് ശരിയല്ല സർ. ഇത് നിയമത്തിനെതിരാണ് സർ. ആസ് പെർ ദ റിക്വസ്റ്റ് ഓഫ് മിസ്റ്റർ വീരേന്ദ്ര, കോടതി നിയമപ്രകാരം കുറ്റവാളിക്ക് വേണ്ടിയും ഇദ്ദേഹത്തിന് വാദിക്കാം. താങ്ക് യു, മൈ ലോർഡ്. പറയേ, ഈ തെറ്റ് എങ്ങനെയാണ് സംഭവിച്ചത്? അത് പിന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഈ തെളിവുകൾ ഞാൻ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചോളാം.